ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലിറിക്കൽ വീഡിയോ സോങ് ആണ്. പേര് വിസിൽ പോടു. നമ്മുടെ വിജയണ്ണന്റെ മൂവിയാണ് വിസിൽ പോടു. ഫസ്റ്റ് ലാസ്റ്റ് ഇറങ്ങാൻ പോകുന്ന മൂവിക്കുന്ന പുള്ളിക്കാരൻ ലാസ്റ്റ് മൂവിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന പോലെ ഗോട്ടാണ് മൂവി, വെങ്കട്പ്രഭുവാണ് ഡയറക്ടർ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവി ഒന്നാണ് വിസിൽ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലിറിക്കൽ സോങ് ആണ് വിസിൽ പോടു. അപ്പോൾ ഇതിന്റെ ഗോട്ടിന്റെ വേറെ യുവൻ ശങ്കർ രാജ് തോന്നുന്നു എന്റെ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടർ എന്ന് വിചാരിക്കുന്നു. അറിയില്ല, യുവൻ തന്നെയാണെന്ന് വിചാരിക്കുന്നു. യുവൻ ശങ്കർ രാജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ യുവന്റെ സിനിമ പാട്ടാണ്. അപ്പോ അതിന്റെ ലിറിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. பாட்டி ஒண்ணு தொடங்கட்டுமா, அதிரடி களப்பட்டுமா, கேம்பெயின தான் திறக்கட்டுமா, மைக்க கையில் எடுக்கட்டுமா. ஒரு நிமிஷம், நான் சொன்னேன் ஷாம்பெயின தான் திறக்கட்டுமான்னு சொன்னேன். ஷாம்பெயினா என் காதல் கேம்பெயின் கேட்டுது. மாம்பழம் அப்படிதான் கேட்கும். கரெக்டா கேட்குது. ஸ்டார்ட் மியூசிக். பாட்டி ஒண்ணு தொடங்கட்டுமா, அதிரடி களப்பட்டுமா, ஷாம்பெயினதா திறக்கட்டுமா, மைக்க கையில் எடுக்கட்டுமா. இடி இடிச்சா என் வாய்ஸ் தான், வெடி வெடிச்சா என் வாய்ஸ் தான், குடி மக்கதா நம் கூட்டணி, பாட்டி விட்டுதா போமாட்ட நீ. சத்தம் பட்டாது விசில் போடு, குத்தம் பார்க்காம விசில் போடு, ரத்தம் பத்தட்டும் விசில் போடு, நன்றி நண்பா விசில் போடு, ஜிஓஏடிக்கு விசில் போடு, ஆட்டோமேட்டிக்கா விசில் போடு, டிராகன் வேட்டைக்கு விசில் போடு, நன்றி நண்பா விசில் அடி என்னோடு. പഴയ கொண்டாடத்தான் நீ போற காரணத்தை மறந்து, மத்த கண்ணில் சந்தோஷத்தை பார்க்கத்தானே கண் திறந்த. எதிரி நீ ஸ்டீல் பண்ணிக்கோ, மேல ஏன் கோவம் ஃபீல் பண்ணிக்கோ, உனக்கு நீயே கால் பண்ணிக்கோ, லைஃப் அப்பப்போ டீல் பண்ணிக்கோ. அந்த வானம் தெரியாது, இந்த பூமி மாயாது, லாஸ்ட் சொட்டு நம்ம ചേർന്ന് ചാടുന്നു. தண்ணி இல்ல ஊருக்குள்ள குயிலுங்க பாட்டெல்லாம் கேட்பதில்ல, கண்ணா கட்டும் கண்ணீர் இல்ல மயிலுங்க ஆட்டத்தை பார்ப்பதில்ல. மைக்கேல் ஜாக்சன் மூன் வாக்கு, மார்லன் பிராண்டோ நான் டான் வாக்கு, மாத்தம் வேணும்னா கோவாக்கு. ഇത് റെഫറൻസാ ഓൾഡ് മൂവീസിന്റെ. മാസം മൂവിയുടെ മാനാട്. വെയിറ്റ് ചെയ്തേ.
പോരോ പോരെ ആരുമില്ല. വിസിൽ പോട് എനിക്കൊന്ന് മുൻപ് വിസിൽ പോട് എന്നുള്ള ടൈറ്റിൽ ആദ്യം വരുന്നത് CSK ആണ്. CSK IPL വിസിൽ പോട്. അതിലൊരു ഇതേപോലത്തെ സംഭവം ഉണ്ടായിരുന്നു മറ്റേ എന്താ എന്റെ തല ധോണിക്ക് വിസിൽ പോട് ആ ഒരു ഇതിലും വരുന്നുണ്ട് വിസിൽ പോട് അടുത്തൊരു വിസിൽ പോട് പറഞ്ഞിട്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി സംഭവം, നല്ല രസമുണ്ട്. ഡാൻസ് അത് ഇറങ്ങിയത് അതെ ലാസ്റ്റ് ഡാൻസ് വരല ഒരു സാധനം കൊള്ളാം. പ്രഭുദേവ പുള്ളിയുടെ സെയിം മാസ്റ്റർ പീസ് സ്റ്റെപ്പിലാണ് ഈ കാലുകൊണ്ടുള്ള പരിപാടികൾ മൊത്തം എല്ലാം ഉണ്ട്. അതില് വിജയ് രക്ഷി പുള്ളി പ്രഭുദേവായിട്ട് മാച്ച് ചെയ്ത് കളിക്കാതാണ് എളുപ്പമല്ല സംഭവം. നല്ല ഡാൻസറാണ്. അപ്പൊ എന്നാലും പ്രഭുദേവും വിജയൊക്കെ കളിക്കാൻ ശരിക്കും പ്രശാന്ത് കഷ്ടപ്പെടായിരുന്നു പുള്ളി. പക്ഷെ അത് കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് മാച്ച് സിംഗിൾ കളിക്കുമ്പോൾ പുള്ളി ഒന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും സമ്മതിക്കണം, തലവതിന് സമ്മതിക്കണം. എന്തായാലും അടിപൊളിയായിട്ട് സംഭവം വെയിറ്റിംഗ് ആണെങ്കിൽ പ്രത്യേകിച്ച് വെങ്കട്ടപ്രഭുവിന് ലാസ്റ്റ് ഇറങ്ങിയ മാനാടൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പിന്നെ പുള്ളിക്കാരെ കുറച്ച് സിനിമ പോയിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിലും നല്ല പടങ്ങളാണ്. പക്ഷെ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവീസ് ആണ് പുള്ളിക്കാരൻ്റെ. എനിക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ചെന്നൈ 00028. അവിടെ നിന്നാണ് പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാൻ കണ്ടു തുടങ്ങിയത് മൂവീസുകൾ പുള്ളിക്കാരൻ്റെ ശ്രദ്ധിച്ചു തുടങ്ങിയത്, ഡയറക്ടർ പ്രത്യേകിച്ച്. പിന്നെ എല്ലാ മൂവീസുകളും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ മൂവീസും ഇഷ്ടമാണ്. പടം മാസമൊക്കെ പൊട്ടിയ മൂവിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പല സിനിമ ഇറങ്ങി. മാനാട് ഹിറ്റായി. മാനാട് MBA തിരിച്ചുവരവായിരുന്നു പുള്ളിയുടെ. അപ്പൊ എന്തായാലും ഇതും വെയിറ്റിംഗ് ആണ്. ഇതും ഒരു ടൈം ട്രാവലെ ബന്ധപ്പെട്ടെന്തോ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാണ് 2 കാലഘട്ടം കാണിക്കുന്ന ഒരു കഴിയുന്നത് ആ ഒരു പോസ്റ്ററിലൊക്കെ. അറിയില്ല എങ്ങനെയാന്നുള്ളത്. ഒരു ഫൈറ്റർ ജെറ്റുള്ള ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. അറിയില്ല പുള്ളിക്കാരന്റെ എന്ത് ആണ് കാണിക്കാൻ പോകുന്നത് അറിയില്ല. വെങ്കട്ടപ്രഭു ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അതെ, വെങ്കട്ടപ്രഭു ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കുക പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന്. അപ്പൊ വെയിറ്റിംഗ് ആണ്. എന്തായാലും എന്നാ റിലീസ് സെപ്റ്റംബർ 5 എന്തോ വന്നു. സെപ്റ്റംബർ ഇല്ലോ മെയ്യോ ഒരു കാണിച്ച പോലെ തോന്നി. സെപ്റ്റംബർ 5 തന്നെയാണ്. അതെ അതെ അതെ, സെപ്റ്റംബർ 5 ആണ്. സമയമുണ്ട്, അതെ ഒരുപാട് സമയമുണ്ട്. ഞാൻ പെട്ടെന്നായ സമയമായോ വിചാരിച്ചു. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും സമയമുണ്ട്. എന്തായാലും വെയിറ്റിംഗ് ആണ് സംഭവം. പ്രത്യേകിച്ച് ലാസ്റ്റ് മൂവി ആകുമ്പോൾ നല്ല ഹൈപ്പ് ഉണ്ട്, നല്ല പ്രൊമോഷനും ഓഡിയോ ലോഞ്ചും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ആണ്. അപ്പോ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.